സമാപന റാലി ഗംഭീരമാക്കണം. ഓശി വർഗീസും കൂട്ടരും നമ്മുടെ ശക്തി കണ്ട് വിറയ്ക്കണം. സഖാവേ, റാലി പിരിയുമ്പോ രാത്രി 2 മണിയെങ്കിലും ആവില്ലേ? ചിലപ്പോ 2 അല്ല 4 ആകും. എന്താ കാര്യം? സഖാക്കൾക്ക് ഭക്ഷണോ മറ്റോ ഏർപ്പാട് ചെയ്യണ്ടേ? ഭക്ഷണം മനസ്സിലായി. എന്തായി മറ്റത്? അത് നിനക്ക് എപ്പോഴും ഈ തീറ്റയുടെയും കുടിയുടെയും കാര്യം മാത്രമേ ഉള്ളൂ അല്ലേ? അല്ല, പാർട്ടി വളരുന്നതിനനുസരിച്ച് നമ്മളും വളരണ്ടേ സഖാവേ? കൊച്ചന്തോ आराम से निकला. सावधान, विश्राम, सावधान. बाई मूड, दिनों दिन बाई से तेज चल. लेफ्ट राइट लेफ्ट लेफ्ट राइट लेफ्ट लेफ्ट राइट लेफ्ट. पीछे मूड. Left, right, left, left, right, left, 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 right, left. Pide, foot, left, 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 right, left, left, right, left. Pide, foot, left, right, left, left, right. അയ്യോ, എന്ത് സഖാവേ? Left, 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 right, left. ഞാൻ ചെലവായ കാശിന്റെ കണക്ക് സഖാവേ. ജനാധിപത്യ വിശ്വാസികളായ സുഹൃത്തുക്കളെ, ഈ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ നിയോജകമണ്ഡലത്തിൽ നിന്നും ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ശ്രീമാൻ കോശി വർഗീസിനെ ഞാൻ നിങ്ങൾക്ക് പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ. നമ്മുടെ ഗവൺമെന്റിന്റെ കാലത്ത് ജനക്ഷേമകരങ്ങളായ ഒട്ടേറെ പരിപാടികൾ നടപ്പാക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. നാം തുടങ്ങി വെച്ച പരിപാടികൾ പൂർത്തീകരിക്കുവാൻ ഇനിയും ഈ മുന്നണി അധികാരത്തിൽ വന്നേ മതിയാകും. നമ്മുടെ നാടിന്റെ കണ്ണിലുണ്ണിയായ ശ്രീമാൻ കോശി വർഗീസ് ചെയ്തിട്ടുള്ള സേവനങ്ങൾ നിങ്ങൾക്കറിവുള്ളതാണല്ലോ. ഈ നാട്ടിൽ പാലങ്ങൾ പണിയാനും റോഡുകൾ നിർമ്മിക്കാനും സർക്കാർ സ്ഥാപനങ്ങൾ ആരംഭിക്കാനും കുടിവെള്ളം എത്തിക്കുവാനും തുടങ്ങിയ എല്ലാ ജനകീയ പ്രശ്നങ്ങൾക്ക് മുമ്പിൽ ശ്രീമാൻ കോശി വർഗീസ് ഉണ്ടായിരുന്നു. ശ്രീമാൻ കോശി വർഗീസിനെ വമ്പിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കുവാൻ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. അടുത്തതായി നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി ശ്രീമാൻ കോശി വർഗീസ് നിങ്ങളോട് സംസാരിക്കുന്നതാണ്. അദ്ദേഹത്തെ ഞാൻ ക്ഷണിക്കുന്നു. ഈ നിയോജകമണ്ഡലത്തിന് വേണ്ടി ഞാൻ ചെയ്തിട്ടുള്ള സേവനങ്ങളെക്കുറിച്ച് നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് രാമനായർ നിങ്ങളോട് സംസാരിച്ചു കഴിഞ്ഞു. ഈ നിയോജകമണ്ഡലത്തിലെ എൻ്റെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങളെക്കുറിച്ച് നേരിട്ട് മനസ്സിലാക്കിയിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരോട് കൂടുതലായി ഞാൻ ഒന്നും സംസാരിക്കുന്നില്ല. എൻ്റെ അടയാളമായ കുട ചിഹ്നത്തിൽ വോട്ട് രേഖപ്പെടുത്തി എന്നെ വിജയിപ്പിക്കാൻ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു, അപേക്ഷിക്കുന്നു. ശ്രീ കോശി വർഗീസിനേക്കാൾ 3416 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ശ്രീ പി ബാലകൃഷ്ണൻ വിജയിച്ചിരിക്കുന്നു. സൈക്കിൾ ചെയിനും കുറുവടിയും ഞങ്ങളുടെ ഓഫീസിൽ കൊണ്ടുവരാൻ മറക്കരുത് കേട്ടോ. അശ്വതി, ഇങ്ങോട്ട് കയറ. കേറാൻ ഇങ്ങോട്ട് കേറൂട്ടി. അശോകൻ അശോക്, നിർത്താൻ. ഒന്ന് പതുക്കെ ഓടിക്കുന്നേ. എങ്ങനെ ഓടിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. നീ ഒന്ന് പേടിക്കാതിരിക്കും. അവിടെ ആരെങ്കിലും ഒക്കെ കാണും. നിർത്തൂന്നേ. എല്ലാവരും കാണട്ടെ. നീ ഒന്ന് ഇറങ്ങിയിരിക്കും. അവിടെ
അയ്യോ, എന്റെ മാധവിക്കുട്ടിയുടെ പുറത്താണല്ലോ നീ സ്കൂട്ടർ കയറ്റിയത്. ചേട്ടൻ MLA ആയതിന്റെ ജാടയാണല്ലേ? താൻ ഈ ലോകത്തൊന്നുമല്ല ജീവിക്കുന്നത്. MLA മാത്രമല്ല, ബാലേട്ടൻ മന്ത്രിയാൻ പോവാ. ഞാൻ ഈ ലൈബ്രറി കിടന്ന് പുസ്തകങ്ങളുടെ മണം അടിച്ച് മടുത്തു. അമ്മിണിയുടെയും വിലാസിനിയുടെയും മാധവിക്കുട്ടിയുടെയും വത്സലയുടെയും നെല്ലിന്റെ ഇടയിൽ കിടന്ന് ഞാൻ ഒരു പരുവായി. അതിനെന്താ, ഞാൻ ബാലേട്ടനോട് പറഞ്ഞു തനിക്ക് വേറൊരു ജോലി വാങ്ങിച്ചു തരാം. ഏത് ജോലിയും ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ എനിക്കുണ്ടെന്ന് എനിക്ക് അറിയാമല്ലോ. അത് പിന്നെ എനിക്കറിഞ്ഞൂടെ? ആ, അപ്പൊ ഞാൻ ലൈബ്രറി പണി ഉപേക്ഷിക്കട്ടെ? ധൈര്യമായിട്ട് വീക്ഷിച്ചു. ഞാനല്ലേ പറയുന്നത്. വാക്ക് വാക്ക്. അശ്വതിക്കുട്ടി, അശോകൻ പറഞ്ഞ കേട്ടല്ലോ? എല്ലാം കേട്ടു. ഉപേക്ഷിച്ചു. കേറ്. പൊക്കോ, പൊക്കോ. ആ, പൊക്കോ, പൊക്കോ, പൊക്കോ. അമ്മിണിക്കുട്ടി, മാധവക്കുട്ടി, ബായ്. ഞാൻ ലൈബ്രറി പണി ഉപേക്ഷിച്ചു. ആ എടോ കൊച്ചന്തു, കൊച്ചന്തു, തനിക്ക് വിളിച്ചാ കേട്ടൂടെ? താൻ ആളൊക്കെ മാറിപ്പോയല്ലോ. തനിക്ക് സഖാവിനെ വിളിച്ചോറോ? ഓ, ബാല മന്ത്രിയാൻ പോകുന്നതിന്റെ ഗമയായിരിക്കും. എന്താ സഖാവ് ബാലട്ട മന്ത്രിയായ നമ്മുടെ നാട് രക്ഷപ്പെടില്ലേ? ഇവിടെ ഇനി തൊഴിലില്ലാത്ത ഒറ്റൊരുത്തിനുണ്ടാവില്ല. വെള്ളത്തിന് വെള്ളം, കരണ്ടിന് കരണ്ട്. അല്ല അത് പോട്ടെ, നാരായണൻ നായർ ഇപ്പം എന്നെ വിളിച്ചത് കൊച്ചന്തുവിനെ ഒന്ന് കാണാൻ. ഭരണമൊക്കെ കിട്ടിയതല്ലേ? പഴയ പോലെ ഇനി കാണാൻ പറ്റില്ല. തിരക്കുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാനൊരാളല്ലേ ഉള്ളൂ നാരായണൻ നായർ ഇതൊക്കെ നോക്കാൻ. കൊച്ചന്തു, നിനക്കറിയാലോ എനിക്ക് 4 പെൺകുട്ടികളാണുള്ളതെന്ന്. അത് പിന്നെ എനിക്ക് അറിഞ്ഞൂടെ? പത്മാക്ഷി, കമലാക്ഷി, മീനാക്ഷി, പങ്കജാക്ഷി. മൂത്തവളെ ഞാൻ കഷ്ടപ്പെട്ട് BSc വരെ പഠിപ്പിച്ചു. അവളെ കാര്യം ഒന്ന് മനസ്സിൽ വെച്ചേക്ക്. ബാലകൃഷ്ണനെ കാണുമ്പോ ഒന്ന് പറഞ്ഞേക്ക്. സഖാവ് ആ കസേരയിലൊന്ന് കേറി ഫയലുകളൊക്കെ ഒന്ന് പഠിക്കട്ടെ. പിന്നെ ഞാൻ ശരി. ഇൻകുലാബ് സിന്ദാബാദ്, 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 ഇൻകുലാബ് സിന്ദാബാദ്, രക്തസാക്ഷികൾ സിന്ദാബാദ്, രക്തസാക്ഷികൾ സിന്ദാബാദ്, രക്തസാക്ഷികൾ സിന്ദാബാദ്, രക്തസാക്ഷികൾ സിന്ദാബാദ്, വിപ്ലവം ജയിക്കട്ടെ, വിപ്ലവം ജയിക്കട്ടെ, തൊഴിലാളി ഐക്യം സിന്ദാബാദ്, തൊഴിലാളി ഐക്യം സിന്ദാബാദ്, തൊഴിലാളി ഐക്യം സിന്ദാബാദ്, തൊഴിലാളി ഐക്യം സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, സഖാവ് ബാലകൃഷ്ണൻ സിന്ദാബാദ്, ബാലകൃഷ്ണൻ സിന്ദാബാദ്, സഖാവ് ബാലകൃഷ്ണൻ സിന്ദാബാദ്, ബാലകൃഷ്ണൻ സിന്ദാബാദ്. മന്ത്രി ബാലകൃഷ്ണൻ, 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 മന്ത്രി ബാലകൃഷ്ണൻ. പിന്നെ നിങ്ങളുടെ കസേരയ്ക്ക് ഇളക്കമൊന്നും വരില്ല കേട്ടോ. ടീച്ചറെ, പണിക്കരുടെ ഉറപ്പെന്നും പറയാൻ എപ്പോഴും എന്നെ കളിയാക്കാറില്ലേ? ഇപ്പൊ എന്തായി? സഖാവ് ജയിച്ചു, മന്ത്രിയായി. പണിക്കരുടെ ഉറപ്പ് തന്നെയാ. സമ്മതിച്ചു. എല്ലാവർക്കും ആഹാരം ഉണ്ടാക്കിട്ടില്ലേ? ഒരു സദ്യ തന്നെ ഒരുക്കിയിട്ടുണ്ട്. ആ CI കൊണ്ട് എന്നെ ഒന്ന് സലാം വെപ്പിക്കണം സഖാവേ. ബാലൻ സാർ എന്തിനായി തൊഴിൽ വകുപ്പും എക്സൈസ് വകുപ്പും ഒക്കെ ഏറ്റെടുത്തത്? വേറെ എന്തെങ്കിലും എടുക്കാമായിരുന്നില്ലേ? വല്ല വനമോ വിദ്യുശക്തിയോ ഗുണമുള്ള വകുപ്പാ ഇതൊക്കെ. അസലായി. വനം വകുപ്പ് ഏറ്റെടുക്കാൻ ഇവിടെ വനം വല്ലതുണ്ടോ? എല്ലാം വെട്ടിവെളിപ്പിച്ചില്ലേ? പിന്നെ ഉള്ളത് ഇലക്ട്രിസിറ്റി. ഇലക്ട്രിസിറ്റിക്ക് എന്തിനാ ഇപ്പൊ മന്ത്രി? ഇപ്പൊ മന്ത്രി വേണ്ടേ? കറണ്ട് നിന്റെ അച്ഛൻ തരോടാം. വേണ്ടി കള്ളും ചാരായവും റേഷൻ കട വഴി വിതരണം ചെയ്യാനുള്ള ഒരു പരിപാടി ഞാൻ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കള്ളിന്റെ ചാരത്തിന് വില പറയോ സഖാവേ? സാധാരണക്കാരന് തൊഴിൽ വേണം. തൊഴിലും കഴിഞ്ഞു വന്നാൽ ലേവിഷായി കുടിക്കണം. എന്താ കൊച്ചെന്തോ പറയുന്നേ? ഒന്നുമില്ല, ഞാൻ ഈ വകുപ്പുകളൊക്കെ ഒന്ന് പറഞ്ഞ് പഠിപ്പിക്കായിരുന്നു. വകുപ്പുകളൊക്കെ പഠിപ്പിക്കുകയാണ്. പിന്നെ പഠിപ്പിച്ച് താൻ ഭരണവും നടത്താൻ നോക്കണ്ട. ഭരണം നടത്തേ?
എനിക്ക് എന്തറിയാം സഖാവെ ഭരണത്തെ പറ്റി. പണിക്കരേട്ടാ വരൂ, ഊണ് കഴിക്കും. എല്ലാരും വരും. സഖാവെ നമുക്ക് ഊണ് കഴിക്കാം. എല്ലാവരും വരുമോ? വരുമോ? നിന്നെ കുറച്ച് നാളല്ലോ കണ്ടിട്ട് അബു. ഓ, ഞാനിവിടൊക്കെ തന്നെ ഉണ്ട്. ചേട്ടൻ മന്ത്രിയായപ്പോ നിനക്ക് വലിയ തിരക്കായിരിക്കും. ഓ, അങ്ങനെ വലിയ തിരക്കൊന്നുമില്ല. എന്നാലും നിന്റെ കാര്യത്തെ കുറിച്ച് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. എന്ത് കാര്യം? ഗോ ത്രൂ പ്രോപ്പർ ചാനൽ, അതാണ് ചേട്ടന്റെ ഭരണരീതി. പക്ഷെ അബുവിന്റെ കാര്യത്തിൽ അതുണ്ടാവില്ല. ചേട്ടനോട് ഞാനും പറയാം, ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റിൽ ഒരു പോസ്റ്റ് കണ്ടെത്താതിരിക്കാൻ വഴിയില്ല. റെക്കമെൻഡേഷൻ ഇല്ല, ഇൻഫ്ലുവൻസ് ഇല്ല, അത്തരം ഒരു ഭരണമാണെന്ന് കൊട്ടിഘോഷിക്കുന്നുണ്ടല്ലോ. അത് പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്താൻ. ആ പൊതുജനങ്ങളിൽ ഒരാളല്ലേ ഞാനും. എന്റെ കാര്യത്തിൽ മാത്രം എന്തിനാ ഒരു വിട്ടുവീഴ്ച? ചില വിട്ടുവീഴ്ചകളില്ലാതെ ആർക്കും ഭരിക്കാനാവില്ലെന്ന് അബു അറിഞ്ഞൂടെ? ഏതായാലും ചേട്ടൻ വരുമ്പോ ഒന്ന് കാണാം. ഒരു ജോലി കിട്ടിയാൽ സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. പക്ഷെ ഒരു മന്ത്രിയെ കണ്ട് സ്വാധീനിച്ച് എനിക്കൊരു ജോലി വേണ്ട. വരട്ടെ. ചേട്ടാ, ചേട്ടാ SLCക്ക് കുട്ടികളെ പാസ്സായി കൊടുക്കുമെന്ന് പറഞ്ഞു കേട്ടല്ലോ. ഞാനെന്താ എഡ്യൂക്കേഷൻ ഓഫീസറോ? അല്ല ചേട്ടാ, ചേട്ടനിപ്പോ എഡ്യൂക്കേഷൻ ഓഫീസ് നല്ല പിടിയുണ്ടാവുമല്ലോ. ഉണ്ട്. എന്ന് വെച്ചിപ്പോ എന്താ വേണ്ടേ? നിങ്ങളാരാ മനസ്സിലായില്ലല്ലോ. ഞങ്ങൾ SLC പരീക്ഷ എഴുതിയിരിക്കുക. ഞങ്ങളെ ഒന്ന് ജയിപ്പിച്ചു തരണം. പക്ഷെ വളരെ സീക്രട്ട് ആയിരിക്കണം. പുറത്തറിഞ്ഞാൽ എനിക്ക് ഈ വഴിയിൽ നിന്നല്ല ഒരു വഴിയും നടക്കാൻ പറ്റില്ല. ഞങ്ങൾ ആരോടും പറയില്ല. എന്നാ പിന്നെ ആ നമ്പരും പേരും ഓഫീസിലുള്ളവർക്കൊക്കെ അവിടെ നിന്നാ മതി. എടുക്ക്. ഇതാ നമ്പരുകൾ. ആ, 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 ആ. വാ, വാ. ഇതിൽ നിന്നൊരു ചില്ലി കാശ് എനിക്ക് കിട്ടില്ല. മുഴുവനും ഓഫീസിലുള്ളവർക്കാ. ഞാൻ പോട്ടെ. നാളെ മന്ത്രി വരുന്ന ദിവസാ. വലിയ തിരക്കില്ല. എല്ലാത്തിനും ഞാൻ ഒരാളല്ലേ ഉള്ളൂ. തുഷാരബിന്ദുവേന്തും നീല നീല താമര എന്ന പോൽ തുഷാരബിന്ദുവേന്തും നീലത്താമര എന്ന പോൽ കണ്ടു ഞാൻ എന്നാത്മാവിൽ കൺമണി നിന്നെ ഇന്നലെ തുഷാരബിന്ദുവേന്തും നീലത്താമര എന്ന പോൽ കണ്ടു ഞാൻ എന്നാത്മാവിൽ കൺമണി നിന്നെ ഇന്നലെ തുഷാരബിന്ദുവേന്തും നീലത്താമര എന്ന പോൽ കണ്ടു ഞാനൻ ആത്മാവിൽ കൺമണി നിന്നെ ഇന്നലെ തുഷാരബിന്ദുവേന്തും നീലത്താമരയെന്ന അപ്പോ ചില സൂത്രങ്ങളൊക്കെ കയ്യിലുണ്ടല്ലേ? ഇതെന്ത് സൂത്ര? ഒരാളിരുന്ന് പാട്ട് എഴുതുന്നു, ശല്യം ചെയ്യണ്ടെന്ന് വെച്ച് മാറിന്നു, അത്രേ ഉള്ളൂ. ബാലേട്ടനും ചേട്ടത്തിയും ഉണ്ടാവില്ലെന്ന് വിചാരിച്ചിട്ട് വന്നോ? ആരുണ്ടായാലെന്താ, എനിക്ക് വന്നൂടെ? വരുന്നതിന് കുഴപ്പമൊന്നുമില്ല. പിന്നെ എന്നാലും വന്നാലേ പറ്റൂ. വാ, വരാൻ എനിക്ക് മനസ്സിലെങ്കിലോ? ഞാൻ പിടിച്ചോണ്ട് വരും എന്റെ ഈ തമ്പുരാട്ടി കുട്ടിയെ. വേണ്ട വേണ്ട, കള്ളത്തിലൊന്നും കാണിക്കണ്ട, അങ്ങോട്ട് നീങ്ങി നിന്നാ മതി. വാ. ആ ശരി, ഞാൻ പാർട്ടി സെക്രട്ടറിയോട് സംസാരിക്കാം.
നിനക്ക് കുറച്ച് ദിവസം ലീവ് എടുത്ത് തിരുവനന്തപുരത്തും താമസിച്ചൂടെ? അപ്പൊ മോളുടെ പഠിപ്പോ? അവളെ നമുക്ക് അവിടെ ഒരു സ്കൂളിലാക്കാം. ബാലേട്ടൻ ഔദ്യോഗിക കാര്യങ്ങളുമായി എപ്പോഴും തിരക്കിലാവില്ലേ? ഞാനും മോൾ ഇവിടെ തന്നെ താമസിക്കാം. ഹോളിഡേകളിൽ അങ്ങോട്ട് വരാം, ബാലേട്ടൻ ഇങ്ങോട്ടും. അതല്ലേ നല്ലത്. അല്ല, നിന്റെ ഇഷ്ടം അതാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. അവിടെ ഭക്ഷണക്കാരിയൊക്കെ എങ്ങനെയാ? അവിടെ എല്ലാത്തിനും ആളുണ്ട്. ഇനിയെങ്കിലും സമയത്ത് ഭക്ഷണവും മരുന്നും കഴിക്കണം. ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് ഓർമ്മയുണ്ടല്ലോ? ഡോക്ടർ രോഗത്തിനാ മരുന്ന് നിശ്ചയിക്കുന്നത്. രോഗിയുടെ തിരക്കോ മറ്റു കാര്യങ്ങളോ ചിന്തിക്കുന്നില്ല. എന്നാലും കുറച്ചൊക്കെ അനുസരിച്ചല്ലേ പറ്റൂ. അനുസരിക്കുന്നുണ്ടല്ലോ. അശോകനാ. കടന്നു വാടാ. മേ കമിൻ സാർ? നീ ഇതുവരെ പോയില്ലേ? ഇല്ല, ചേട്ടനെ ഒന്ന് കാണാൻ നിന്നതാ. എന്താ പ്രത്യേകിച്ച്? ഇത് നമ്മുടെ പി എയുടെ കൈ കൊടുത്തപ്പോ മന്ത്രി ഏൽപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞു. തോമസിന് ഇവിടെ ട്രഷറിയിലാ ജോലി. ഭാര്യ തൃശ്ശൂരും. രണ്ടാൾക്കും ഒരിടത്തായാലും നന്നായിരുന്നു. ഭാര്യയും ഭർത്താവും ഒരുമിച്ച് താമസിക്കുന്നതാണല്ലോ എന്റെ ശരി. ഞാൻ ചേട്ടനോട് പറഞ്ഞ് ശരിയാക്കാമെന്ന് ഏറ്റു. അതാണ് അവരുടെ ഡീറ്റെയിൽസ്. ചേട്ടൻ മന്ത്രിയാണെന്ന് കരുതി ട്രാൻസ്ഫറും പ്രൊമോഷനും ഒന്നും വാങ്ങിക്കൊടുക്കാവുന്ന അനിയം വാഗ്ദാനം ചെയ്യണ്ട. സ്വജനപക്ഷപാതവും അഴിമതിയും ഇല്ലാത്തൊരു ഭരണമാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇത് മുത്തച്ഛന്റെ മിനിമോൾക്ക്. വാമിനി മോളെ, എത്ര എന്താണെച്ചാ ഒരു കത്ത് പോലും അയക്കാതെ? ഒക്കെ പറയാം. ഞാൻ ഈ വണ്ടിയിൽ തൂങ്ങി പിടിച്ച് നിന്നാ പോകുന്നത്. ഒന്നിരിക്കട്ടെ. ആവൂ, ബാലൻ ഇലക്ഷൻ നിന്ന് ജയിച്ചു എന്ന് അറിഞ്ഞപ്പോ വന്നില്ല. നിനക്കൊന്നും തോന്നുന്നില്ലായിരിക്കും, പക്ഷെ ബാലൻ എന്ത് തോന്നും? എന്റെ കത്ത് കിട്ടിയോ? കിട്ടി. സുശീലയുടെ ജോലിക്കാര്യത്തെ കുറിച്ച് എഴുതിയ കത്തല്ലേ? ഇങ്ങോട്ട് പോരാൻ തീരുമാനിച്ചുകൊണ്ടാ പിന്നെ മറുപടി അയക്കാഞ്ഞത്. സുശീലയുടെ ഇന്റർവ്യൂ കഴിഞ്ഞു എന്നറിഞ്ഞു. അപ്പോയിന്റ്മെന്റ് ഓർഡർ കിട്ടുമോ? ബാലൻ മന്ത്രിയായ സ്ഥിതിക്ക് ഇനി ആ കമ്പനിക്കാർക്ക് തരാതിരിക്കാൻ പറ്റുമോ? ബാലൻ ഇവിടെ എങ്ങനെ വന്നിട്ടുണ്ടോ രാജമേ? കുറച്ചു മുമ്പാ തിരുവനന്തപുരത്തേക്ക് പോയത്. അത് ശരി. എന്നാ നീ ഒരു കാര്യം ചെയ്യും, തിരുവനന്തപുരത്തേക്ക് ഒന്ന് വിളിക്കേ. അച്ഛാ, അത് ഞാൻ എന്താ മോളെ? അനധികൃതമായി ഒരാളും ഒരു കാര്യത്തിൽ ഇടപെടരുതെന്ന മന്ത്രിസഭയുടെ തീരുമാനം. ഒരു മന്ത്രി ഇടപെട്ടു എന്ന് തെളിഞ്ഞാൽ ആ നിമിഷം ആ മന്ത്രി പുറത്താ. അത് പുറത്തുള്ളവരുടെ കാര്യങ്ങളല്ലേ, ഇത് അതുപോലെയാണോ? നിന്റെ ഗുണപ്പുറപ്പല്ലേ? ഒരു ഉദ്യോഗത്തിന് വേണ്ടി അവൾ കയറി ഇറങ്ങാത്ത സ്ഥലങ്ങളില്ല. അത് നിനക്കൂടെ അറിയാവുന്നതല്ലേ? ഏതായാലും ഞാൻ പറയുന്നതിനേക്കാൾ നല്ലത് അച്ഛൻ നേരിട്ട് ചെന്ന് പറയുന്നതാണ്. അച്ഛൻ പറഞ്ഞാൽ ബാലേട്ടൻ എന്തെങ്കിലും വഴി കാണാതിരിക്കില്ല. ഞാൻ പറഞ്ഞാവും കേൾക്കും, എനിക്കറിയാം. മിനിക്കുട്ടി അവിടെ നിൽക്കാൻ. ചിറ്റമ്മ മുത്തച്ഛൻ തല്ലിക്കൊള്ളാട്ടാ. മിനിസ്റ്റർക്ക് അത്യാവശ്യമായി ചീഫ് മിനിസ്റ്ററെ കാണാനുള്ളതുകൊണ്ട് ഇന്നിനി കാണാൻ പറ്റില്ല. എനിക്ക് ഒരു വാക്ക് പറഞ്ഞാൽ മതി. ഇല്ല, അതാ ഇറങ്ങിക്കഴിഞ്ഞു. അങ്ങോട്ട് ഇരിക്കുകയാണ്. അകത്തേക്ക് വരൂ. അമ്മാവൻ എപ്പോ വന്നു? ഞാൻ വന്നിട്ട് കുറച്ച് സമയമായി. പിന്നെന്താ അകത്തേക്ക് വരായിരുന്നത്? ബാലിനോട് പലരോടും സംസാരിച്ചോണ്ടിരിക്കല്ലേ, തിരക്കൊന്നും ഒഴിയട്ടെ എന്ന് കരുതി. ഇവിടുത്തെ തിരക്ക് എന്തിനാ അമ്മാവൻ നോക്കുന്നത്? അതല്ലല്ലോ, ഇവിടെയുള്ള പലർക്കും എന്നെ അറിയില്ല. അതിക്രമിച്ച് കിടക്കുന്നത് ശരിയല്ലല്ലോ. എനിക്ക് ചീഫ് മിനിസ്റ്ററുടെ ഒരു കോൺഫറൻസ് ഉണ്ട്. അമ്മാവൻ വിശ്രമിക്കേ. അയ്യോ, വിശ്രമിക്കാനൊന്നും എനിക്ക് സമയമില്ല. ഇന്ന് തന്നെ പോണം. ഒരു കാര്യം പറഞ്ഞിട്ട് പോകാൻ വേണ്ടി വന്നതാ. ഓ, എന്നാ വന്നിട്ട്. ഓ, സുശീലയുടെ കാര്യം MD വിളിച്ചു പറയാൻ ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല. പക്ഷേ നാളെ അയാൾ എന്തെങ്കിലും പ്രശ്നങ്ങളുമായി എന്നെ സമീപിച്ചാൽ ഞാനത് ചെയ്തു കൊടുത്തില്ലെങ്കിൽ അയാൾ ഇക്കാര്യം ഒരു അലിഗേഷനാക്കി മാറ്റും. രാജമ്മയുടെ അനിയത്തിക്ക് വേണ്ടിയിട്ടല്ലേ? മിനിസ്ട്രിയുടെ തീരുമാനവും എനിക്ക് നോക്കണ്ടേ അമ്മാവ? PSC വഴി ഏതെങ്കിലും ജോലിക്ക് അവളോട് അപ്ലൈ ചെയ്യാൻ പറയും, കിട്ടാതിരിക്കില്ല. ബാലിന് CM-ന്റെ കോൺഫറൻസ് ഉള്ളതല്ലേ?
ഞാൻ ബുദ്ധിമുട്ടിക്കുന്നില്ല. എനിക്കിപ്പോ ഇവിടുന്ന് ഒരു ബസ് ഉണ്ട്, ഞാൻ അതിപ്പോ അമ്മാവൻ വണ്ടി നിർത്തൂ. വണ്ടി നിർത്താനല്ലേ